ഗുഡ് ടാഗ്. ഇന്ന് യൂട്യൂബിൻ്റെ ക്രിയേറ്റർ കളക്റ്റീവ് എന്ന് പറയുന്ന പ്രോഗ്രാമിലത്തെ എൻ്റെ സെക്കൻഡ് മീറ്റപ്പാണ്. സോ ഞാനിപ്പോൾ നിൽക്കുന്നത് ആക്ച്വലി കൊച്ചിയിലാണ്. നമ്മുടെ പരിപാടി എല്ലാം കഴിഞ്ഞു. പക്ഷേ ഇനി ഉള്ള പരിപാടി അല്ല, ഇത്ര നേരം നടന്ന പരിപാടി നിങ്ങൾ കണ്ടിട്ട് വാ. ഞാൻ മാത്രമല്ല ഇന്ന് പോകുന്നത്, സുൽത്താനും കൂടെ ഉണ്ട്. ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ഇൻവിറ്റേഷൻ കിട്ടി എന്തോ ഒരു ഭയത്തിന്. ഞാൻ സുൽത്താനോട് പറഞ്ഞു, നീ തൃശ്ശൂരിൽ നിന്ന് KSRTC കയറി പുതുക്കാട് എത്തുമ്പോൾ അതിൽ ഞാനും കൂടെ കയറാന്ന് പറഞ്ഞു. അങ്ങനെ KSRTC പുതുക്കാട് എത്തിയപ്പോഴാണ് ഞാൻ അവിടെ എത്തിയത്. എന്തോ ഒരു ഭയത്തിന് ബസ് മിക്സ് ആവാതെ കിട്ടി. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും നേരെ മറിയൻ ഡ്രൈവിലേക്കുള്ള പോക്കിലാണ്. അങ്ങനെ പോകുന്ന വഴിക്കാണ് ഈ സുൽത്താൻ ബസ്സിന്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി നടന്നു. അങ്ങനെ ഒരു വിധത്തിൽ നമ്മൾ സ്പോട്ടിൽ എത്തിയിട്ടാ. ഇവിടെ ഇത്രയും ആൾക്കാരാണ് ഉള്ളത്. തമിഴ് ബ്രോയിലാണ്. ആൻഡ് ബ്രോ, മലയാളത്തിൽ എന്തെങ്കിലും പറയും. ഇപ്പൊ അതാണ് ട്രെൻഡ്, എല്ലാരും മലയാളം പറയും. സോ സേ സംതിങ് മലയാളം. മലയാളത്തിൽ പറയാ சொல்றாரு. ഇവിടെ എല്ലാം അടിപൊളിയാക്കും. അടിപൊളി. വേറൊരു സെന്റൻസ്. വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടിൽ ആരൊക്കെയുണ്ട്? ആരൊക്കെ ഉണ്ട്. യെസ്, ആരൊക്കെ அது ஒரு மாதிரி பேசுவாங்க. இங்கிலீஷ் நீங்க ஒரு மாதிரி அந்த டோன்ல தான் பேசுவீங்க. அந்த ஸ்லாங் வித்தியாசமா இருக்கு. மலையாளத்தை அவർക്ക് ഇംഗ്ലീഷ് பேசினாலே ഒരു വ്യത്യാസം பேசுவீங்க. നമ്മുടെ ഇവിടെ ആൾക്കാരുടെ എണ്ണം കൂടിയിരിക്കുകയാണ്. ഇവരൊക്കെ നമ്മളറിയില്ല. ആ ചെക്കൻ്റെ എവിടെയാണ് നിൽക്കുന്നത്? ഇന്ന് മീറ്റപ്പിൽ എൻ്റെ വീഡിയോ അവിടെ. അയ്യോ, അടുത്ത് വരണ്ട. അടുത്ത മീറ്റപ്പ് കഴിയുമ്പോ തരാന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുക്കും മേലെ ഇപ്പം വേണേ ഞാൻ ഷെയർ ചെയ്ത് കൊടുക്കും. ഇതൊരു ഹെപ്പിക് മൊമെന്റ് ആണ്. ഏകദേശം ഞങ്ങൾ പരിചയപ്പെട്ടിട്ട് 1 ഇയറായി. അങ്ങനെ കണ്ടുമുട്ടിയിരിക്കുകയാണ്. അഭയ് ദ ടോക്കർ ബോയ്. ടോക്കർ ബോയിനേക്കാളും കൂടുതൽ അഭയ് എന്ന ഫ്രണ്ടിനെയാണ് എനിക്കറിയാവുന്നത്. ഹലോ എവരിവൺ. അപ്പോൾ ജിൻസിനെ അങ്ങനെ ഒരുപാട് നാൾക്ക് ശേഷമാണ് കാണുന്നത്. എപ്പോഴും കോള് വിളിക്കും, വർത്താനം പറയും. പക്ഷെ ഇപ്പോഴാണൊന്ന് കൈ കിട്ടിയത്. പിന്നെ എപ്പോഴും പല മീറ്റപ്പിനും പുള്ളി മോർണിംഗ് ആണ്. ഇപ്പം ഞാൻ മോർണിംഗ് എത്തി, നമ്മൾ കാണുകയും ചെയ്ത്. എന്തല്ലേ കലക്കേടാ. കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ പേര് മാർക്ക് ചെയ്യുന്നതാണെങ്കിൽ ഇപ്രാവശ്യം ഉള്ളത് പേര് എഴുതുന്നതാണ്. ബേസിക്കലി ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു സെറ്റപ്പ് വന്നേക്കുന്നത്. ഞങ്ങൾ അവിടെ എത്തി കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്കും പരിപാടി തുടങ്ങിയപ്പോഴേക്കും ആരും അങ്ങ് ആക്റ്റീവ് അല്ല. എല്ലാവരും ഒരു ഉണങ്ങിയ മൈൻഡാണ്. അപ്പൊ ആങ്കർ ചേച്ചി ഒരു ഡയലോഗ് അലക്കി, ഈ ഉള്ള സീറ്റുകളുടെ ഒരു സീറ്റിന്റെ അടിയിൽ 10,000 രൂപ ഉണ്ടെന്ന് പറഞ്ഞു. എല്ലാവരും ചാടി എന്നിട്ട് പരിശോധനയായി. എന്നിട്ടാണ് ആ ചേച്ചി പറയുന്നത്, അത് വെറുതെ പറഞ്ഞതായിരുന്നു, ആരെയും അങ്ങനെ വിശ്വസിക്കരുത്. ഞാൻ അപ്പോഴേ പ്രതീക്ഷിച്ചതാണ്. അത് കഴിഞ്ഞപ്പോ നമ്മുടെ എല്ലാവരുടെയും ടേബിളിൽ ഇതുപോലെ സ്ക്രാച്ച് ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടായി. സ്ക്രാച്ച് ചെയ്യുക, അതിലുള്ള ഇൻഫ്ലുവൻസറിനെ അല്ലെങ്കിൽ യൂട്യൂബറിനെ കണ്ടുപിടിക്കുക, അതായിരുന്നു അടുത്ത പരിപാടി. ഇത് സ്ക്രാച്ച് ചെയ്ത് എന്താ സംഭവം എന്ന് എനിക്ക് കത്തിയിട്ടുണ്ടായില്ല. അത് മത്സരമാണ്. ഇതെന്താ സംഭവം എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ വരച്ചങ്ങ് കാണിച്ചു കൊടുക്കണം. ഇതെന്ത് വരയ്ക്കും, ചാനലിന്റെ പേരൊക്കെ ഇടുന്ന സമയത്ത് ചോദിച്ചോ. നമ്മുടെ ഇതെന്താണ്? ഓ, ചിക്കൻ കാലാണോ? ഇതെന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ചാനലിനെ റെപ്രസെന്റ് ചെയ്യിപ്പിക്കുന്ന രീതിയിൽ ഒരു ഡൂഡില് അങ്ങ് വരയ്ക്കുക. എന്തായാലും കുഴപ്പമില്ല. ഈ ഒരു സംഭവം കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ചാനലായിരിക്കണം അവർക്ക് ഓർമ്മ വരേണ്ടത്. ഏറ്റവും പെട്ടെന്ന് ഓർമ്മ വരുന്ന അല്ലെങ്കിൽ ചാനലിനെ മനസ്സിലാക്കാൻ പറ്റുന്ന ഡ്യൂഡില് വരയ്ക്കുന്നവർക്ക് ഒരു ഗിഫ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അതായത് ഇവിടെ എന്ത് പരിപാടി ഉണ്ടെങ്കിലും ഗിഫ്റ്റ് ഉറപ്പാണ് ട്ടാ. അതാണ് ഇതിന്റെ വേറൊരു അഡ്വാൻറ്റേജ്. അത് കഴിഞ്ഞാൽ എല്ലാവരും പരിചയപ്പെടാൻ. എന്നെ എപ്പോഴും കളിയാക്കുന്ന ഇവന് പേടി പറ്റുമോ? ഐ ഡയർ യു, ഐ ചാലഞ്ച് യു. എന്തേ അൽസുൽത്താന്റെ പേടി ഞാൻ ഇപ്പോഴാണ് കാണുന്നത് ഈ ഒരു മൊമെന്റില്. അതിനുശേഷം യൂട്യൂബ് ഷോപ്പിങ്ങിനെ പറ്റിയിട്ട് അവരുടെ ഒരു ക്ലാസ് വന്നു. അത് കഴിഞ്ഞപ്പോൾ മലയാളി മങ്കീസ് വന്ന് അവരുടെ ഒരു 2-3 പാട്ടൊക്കെ പാടി ഒന്ന് വേറെ വൈബാക്കി പരിപാടി. അവരുടെ ആദ്യത്തെ പാട്ട് എനിക്ക് വലിയ അത്ര ഇതായിട്ട് തോന്നിയില്ല, പക്ഷെ ബാക്കിയുള്ള പാട്ടുകളൊക്കെ കിടിലമായിരുന്നു. അത് കഴിഞ്ഞ് നമ്മുടെ പരിപാടി കഴിഞ്ഞപ്പോൾ എല്ലാവരും ചേർന്ന് 1-2 ഫോട്ടോകൾ എടുക്കാനുള്ള പരിപാടിയിലായിരുന്നു. ഇനി ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നതാണ്. ഇത്ര നേരം എൻ്റെ ഒപ്പം ഉണ്ടായ ആളാ. ഫുഡ് എന്ന് കേട്ടപ്പോൾ നോക്ക് നാറിത്തരമല്ലേ ഗൈസ് ഇത്. സോ ഇനി നമുക്ക് ഫുഡാണ്, ഒരതൊക്കെയാണ് ഫുഡുള്ളത്. ഓക്കെ, ഇനി
ഇനി നമുക്ക് ഇതുപോലത്തെ ഒരു വലിയൊരു പാക്കേജും കൂടെ കിട്ടും. ചിലവരതിനെ സഞ്ചി എന്ന് പറയും. ബൈ ബൈ. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇന്നത്തെ പരിപാടി ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ബൈ ബൈ. ഇതാണ് നമ്മുടെ ഈ ഒരു ഹോളിൻ്റെ ഉള്ളിലായിരുന്നു. നമുക്ക് ആയത്തിനും കൂടെ ചെല്ലുന്നു സമയങ്ങൾ. ഇതാണ് നമ്മളുടെ പരിപാടി നടക്കുന്ന സ്ഥലം. ആൻഡ് മറൈൻ ഡ്രൈവിൻ്റെ തൊട്ടടുത്താണ്. പറയാൻ പാടില്ലാത്ത ഒരു നാറി, ഒരു പന്ന തെണ്ടി കാരണം എൻ്റെ ഷൂസ് കണ്ടോ, എൻ്റെ ചെരുപ്പ് കണ്ടോ, പബ്ലിക് കൊട്ടി പിടിച്ചിട്ട്